LPUP, CAT8, Education and Child Psychology, Model Questions 341 to 350. ഫസ്റ്റ് വൺ, ഒരു ടീച്ചർ സങ്കീർണമായ ഒരാശയം ആഹ്ലാദപ്രദമായ ഒരു ചോദകവുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നു. അത്തരത്തിലുള്ള ആവർത്തനങ്ങൾക്കു ശേഷം കുട്ടികൾ ആ വിഷയത്തെ സ്നേഹിച്ചു തുടങ്ങുന്നു. ഇത് ഏത് പഠന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കാം? ഓപ്പറന്റ് കണ്ടീഷനിങ്. സെക്കൻഡ് വൺ, പാവ്ലോ തന്റെ പരീക്ഷണത്തിൽ ബെൽ ശബ്ദവും ഭക്ഷണവും പലതവണ ജോഡിച്ചേർത്ത് നൽകിയ ശേഷം ബെൽ ശബ്ദം മാത്രം നൽകിയപ്പോൾ നായിൽ ഉമിനീർ സ്രാവം ഉണ്ടായി. ഇത് അനുബന്ധിത പ്രതികരണം. തേർഡ് വൺ, ജീൻ പിയാഷയുടെ സിദ്ധാന്തമനുസരിച്ച് വികസിപ്പിച്ച ബോധന മാതൃക ഏത്? വൈജ്ഞാനിക വികസന മാതൃക. ഫോർത്ത് വൺ, പൊതു ലക്ഷ്യത്തിന് വേണ്ടി കുട്ടികൾ സഹകരിച്ചു പ്രവർത്തിക്കുന്ന പഠനം സഹകരണാത്മകം. ഫിഫ്ത് വൺ, ഒരു അധ്യാപിക ക്ലാസ്സിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് നേരിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കാറില്ല. പകരം അവർ ഉത്തരം പറയാൻ കുട്ടികളെ പ്രേരിപ്പിക്കുകയും ചർച്ച നടത്തുകയുമാണ് പതിവ്. ഈ സമീപനത്തിൽ പ്രതിഫലിക്കുന്ന ഉദ്ദേശ്യം എന്ത്? സജീവ പങ്കാളിത്തം ഉറപ്പാക്കൽ. സിക്സ്ത് വൺ, പ്രബലന രീതി റീഇൻഫോഴ്സ്മെന്റ് നിഷ്കർഷിക്കുന്നത് ഏത് സിദ്ധാന്തമാണ്? ഓപ്ഷൻ എ മാനവികതാവാദം, ഓപ്ഷൻ ബി പ്രകൃതിവാദം, ഓപ്ഷൻ സി അന്തർദൃഷ്ടി സിദ്ധാന്തം, ഓപ്ഷൻ ഡി ചേഷ്ടാവാദം. ആൻസർ ഈസ് ഡി, ചേഷ്ടാവാദം. ചേഷ്ടാവാദം എന്ന് പറയുന്നത് വ്യവഹാരവാദം, ബിഹേവിയറിസം. ഓക്കെ. സെവൻത് വൺ, വൈകാരിക ബുദ്ധിയെ കുറിച്ചുള്ള ധാരണകൾ ആദ്യം പങ്കുവച്ചത് പീറ്റർ സലോവേ ആൻഡ് ജോൺ മേയർ. ഈ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് വരാറുണ്ട്, അപ്പൊ ഓർത്തു വെക്കുക. എയ്ത്ത് വൺ, ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഡാനിയൽ ഗോൾമാൻ. നയൻത് വൺ, ബുദ്ധിശക്തി അളക്കാനുള്ള ആദ്യ ശ്രമം നടത്തിയത് ആൽഫ്രഡ് ബിനെ. 10th വൺ, ബുദ്ധിമാനം എന്ന ആശയം ആദ്യം അവതരിപ്പിച്ചത് വില്യം സ്റ്റേൺ. താങ്ക് യു.